അപ്രതീക്ഷിതമായി അനന്തപുരി തറവാട്ടിന്റെ വലിയ ഗേറ്റിന് മുന്നിലേക്ക് ഒരു കാറ് വന്നു നിന്നു. ആ വരവിൽ തന്നെ ഒരു അഹങ്കാരവും വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയും ഉണ്ടായിരുന്നു. കാറിന്റെ ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങിയത് തികച്ചും മോഡേൺ വേഷവിധാനക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അത് മറ്റാരുമല്ല, അത് അവന്തികയായിരുന്നു. അനന്തപുരിയിലെ ജലജയുടെ പ്രിയപ്പെട്ട മകൾ, അബിയുടെ സ്വന്തം അനിയത്തി. അയർലൻഡിലെ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണവൾ. വെറും ഒരു മടങ്ങിവരവായിരുന്നില്ല അത്, മറിച്ച് കൃത്യമായ ചില കണക്കുതീർക്കലുകൾക്ക് വേണ്ടിയായിരുന്നു ആ വരവ്. തൻ്റെ വരവ് ജലജയെ പോലും അറിയിക്കാതെ ഒരു സർപ്രൈസ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവന്തിക എത്തിയത്. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നയനയോടും അവരുടെ കുടുംബത്തോടുമുള്ള അടങ്ങാത്ത പകയായിരുന്നു. സ്വന്തം ഏട്ടനെ ജയിലിലാക്കിയ കുടുംബത്തിൻ്റെ സമാധാനം തകർത്ത നയനയോടുള്ള പ്രതികാരം. നയനയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുക, അവളുടെ ജീവിതം തകർക്കുക എന്ന് മാത്രമായിരുന്നു അവന്തികയുടെ പ്രധാന ലക്ഷ്യം. അകത്തേക്ക് കയറി വന്ന അവന്തിക നേരെ പോയത് അമ്മയായ ജലജയുടെ മുറിയിലേക്കാണ്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നെയിൽ പോളിഷ് ഇട്ടിരിക്കുന്ന ജലജയെ പിന്നിലൂടെ വന്ന് ആരോ കെട്ടിപ്പുണർന്നപ്പോൾ ജലജ ആകെ അസ്വസ്ഥനായി. ആരാ ഇത്? കൈയെടുക്ക്, ജലജ ദേഷ്യത്തോടെ പറഞ്ഞ് കൈ മാറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ പ്രാണനായ മകളെയാണ്. അവന്തിക, നീയോ? ജലജയുടെ കണ്ണുകളെല്ലാം തന്നെ അത്ഭുതം കൊണ്ട് വിരിഞ്ഞു. അതേ അമ്മേ, ഞാൻ തന്നെ. നീ എന്താ മോളെ ഒന്നും പറയാതെ പെട്ടെന്ന് വരുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ? ഇന്നാണ് വരുന്നതെന്നും പറഞ്ഞില്ലല്ലോ? അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവന്തിക ചിരിച്ചു. ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണമ്മേ. ഞാൻ അയർലാൻഡിൽ നിന്നും പഠനം കഴിഞ്ഞ് വന്നതാണ്, ഇനി തിരിച്ചുപോക്കില്ല. സംസാരം പെട്ടെന്ന് തന്നെ ഗൗരവമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. തൻ്റെ ഏട്ടനായ അബിയെ ജയിലിലാക്കിയ നയനോടുള്ള പക അവന്തികയുടെ വാക്കുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ ഏട്ടനെ ഇഞ്ചിഞ്ചായി ചതിച്ചവളാണവള്. അവളെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. പലിശയും മുതലും ചേർത്ത് അവൾക്കുള്ളതെല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് തന്നെ അവന്തികയുടെ കണ്ണിൽ നിന്നും തീ കത്തുന്നുണ്ടായിരുന്നു. ജലജ മകൾക്ക് എല്ലാ പിന്തുണയും നൽകി. അവൾ ഗർഭിണിയാണ് എന്ന അഹങ്കാരത്തിലാണ് ഇപ്പോൾ അവൾ നടക്കുന്നത്. അതില്ലാതാക്കണം. അവളുടെ ഗർഭം അലസിപ്പിക്കാനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നിന്റെ ഏട്ടൻ ഒരു മന്ദബുദ്ധിയായതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ പരാജയപ്പെടുന്നു. നീ വന്നല്ലോ, ഇനി എല്ലാം നീ ഏറ്റെടുക്കണം മോളെ, ജലജ മകളെ ഉപദേശിച്ചു. ജലജ മകളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മോളെ, നിന്നെ ഒരു കോടീശ്വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നീ ആദ്യമായിട്ട് ആ കിളവനെയും കിളവിയെയും ഒന്ന് കാണുപോയിട്ട് അവരുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് അവന്തിക വേഷം മാറി അഭിനയിക്കാനായി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് നടന്നു. അയർലൻഡിലെ ജീവിത രീതികളും മോഡേൺ ചിന്താഗതികളും ഒളിപ്പിച്ചു വെച്ച് ഒരു പാവം കൊച്ചുമകളായി അവൾ അവിടെ അഭിനയം തുടങ്ങി. മുത്തശ്ശ എന്ന വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അവന്തികയെ കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായെങ്കിലും അറിയിക്കാതെ വന്നതിലുള്ള അതൃപ്തി മുത്തശ്ശൻ പ്രകടിപ്പിച്ചു. അയർലൻഡിൽ നിന്ന് വരുമ്പോൾ ഒന്ന് നിനക്ക് അറിയിക്കാമായിരുന്നു, ആരും അറിഞ്ഞില്ലല്ലോ, മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശ, അത് ഞാനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയിട്ടില്ലേ? അവന്തിക നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്താണ് ദേവ്യാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവന്തികയെ കണ്ടപ്പോൾ ദേവ്യാനിക്കും അത്ഭുതമായി. എന്നാൽ അറിയിക്കാതെ വന്നതിനെക്കുറിച്ച് ദേവ്യാനിയും ചോദിച്ചപ്പോൾ അവന്തികക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും സംസാരം വഴക്കിലേക്ക് പോവാതിരിക്കാൻ ദേവ്യാനി ശ്രദ്ധിച്ചു. നവ്യയും അബിയും അങ്ങോട്ടേക്ക് എത്തി. അബിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അബിയെ കണ്ടപാടെ തന്നെ അവന്തിക ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടാ എന്ന ആ ഒരു വിളിയിൽ സ്നേഹം നിറഞ്ഞു നിന്നു. എന്നാൽ നവ്യയോട് സംസാരിക്കാൻ അവൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. നവ്യ ചോദിച്ചു, അവന്തികയെ, നിനക്ക് സുഖമല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല. വലിയ തണുപ്പൻ മടിയിലാണ് അവന്തിക മറുപടി നൽകിയത്. കുഞ്ഞിനെ എടുക്കാൻ ജലജ നിർബന്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ അവന്തിക കുഞ്ഞിനെ വാങ്ങി. നവ്യയുടെയും നയനയുടെയും മുന്നിൽ വെച്ച് നല്ല പിള്ള ചമയാൻ വേണ്ടിയായിരുന്നു ആ നാടകം. ഉച്ചഭക്ഷണം എല്ലാവരും ഒന്നിച്ച് കഴിക്കണമെന്ന് ജലജ ആഗ്രഹിച്ചെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പം പോയി ഭക്ഷണം കഴിക്കാനാണ് താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് അവന്തിക തറപ്പിച്ചു പറഞ്ഞു. ഇത് മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അബി അവളെ അനുകൂലിച്ചു. ഫ്രഷ് ആവാനായി സ്വന്തം മുറിയിലേക്ക് പോയ അവന്തിക കണ്ടത് ആകെ അലങ്കോലമായി കിടക്കുന്ന തൻ്റെ മുറിയാണ്. എന്താ അമ്മ ഇത്? എൻ്റെ മുറി എന്താ ഇങ്ങനെ? അവൾ ദേഷ്യപ്പെട്ടു. അത് അനിയും അനിയുടെ ഭാര്യയും കൂടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ താമസിച്ച മുറിയാണിത്. അവരുടെ സാധനങ്ങളും മറ്റുമാണെന്ന് ജലജ മറുപടി പറഞ്ഞു. തൻ്റെ മുറി മറ്റാർക്കോ വിട്ടുകൊടുത്തതിൽ അവന്തിക ക്ഷുഭിതയായി. തൽക്കാലം അമ്മയുടെ മുറിയിൽ വിശ്രമിക്കാൻ ജലജ നിർദ്ദേശിച്ചു. അവിടെ വെച്ച് അബിയുമായിട്ട് അവന്തിക സംസാരിച്ചു. നയനയോടുള്ള പക അവർ പങ്കുവെച്ചു. നയനയുടെ ഗർഭമാണ് ഇപ്പോൾ അവരുടെ കച്ചിത്തുരുമ്പ്, അതില്ലാതാക്കണം, അബി ഓർമ്മിപ്പിച്ചു. സൗരവ് എന്ന കോടീശ്വരനായ സുഹൃത്തിനെ വിവാഹം കഴിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അവന്തിക അമ്മയോട് പറഞ്ഞു. എന്നാൽ അനിയെ വശത്താക്കി വിവാഹം കഴിക്കാനാണ് ജലജ അവളെ ഉപദേശിച്ചത്.
അതുവഴി സ്വത്ത് കൈവിട്ടു പോവാതിരിക്കാം എന്നതായിരുന്നു ജലജയുടെ കണക്കൂട്ടൽ. എന്നാൽ അനിയെ വിവാഹം കഴിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവന്തിക തീർത്തും പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവന്തിക നയനയെ കണ്ടതും മനഃപൂർവ്വം തോളുകൊണ്ട് തന്നെ ഇടിച്ചു. നയനെ പെട്ടെന്നങ്ങ് വീഴാൻ പോയെങ്കിലും ദേവയാനി വന്ന് താങ്ങി നിർത്തി. എന്താ മോളെ, ഒന്ന് നോക്കി നടന്നൂടെ? ദേവയാനി ചോദിച്ചു. അയ്യോ അപ്പച്ചി, ഞാൻ കണ്ടില്ല, അറിയാതെ പറ്റിയതാണെന്ന് അവന്തിക നിസാരമായി പറഞ്ഞു. അന്നേരം നീ മനഃപൂർവ്വം ചെയ്തത് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് ദേവയാനി വിട്ടില്ല. അമ്മേ, വെറുതെ വഴക്കിടാനൊന്നും നിൽക്കണ്ട, ഇവരൊക്കെ ആരാണെന്ന് എനിക്കറിയാം. അവന്തിക അഹങ്കാരത്തോടുകൂടെ തന്നെ മറുപടി നൽകി. നയനയോടും ദേവയാനോടും മോശമായി സംസാരിച്ച് ഒരു വെല്ലുവിളി പോലെ തന്നെ അവൾ അവിടെ നിന്നും പോയി. ഇത് കണ്ടു നിന്ന് ജലജയ്ക്ക് വളരെയധികം സന്തോഷമായി. മകൾക്ക് താൻ ഉപദേശിച്ചതുപോലെയുള്ള വീര്യമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നയനയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ജലജയും അവന്തികയും ചേർന്ന് ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. ഒരു പ്രത്യേകതരം സിറം ദേവുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എണ്ണയല്ല, എന്നാൽ അതിനേക്കാൾ വഴുക്കത്തിലുള്ള പെട്ടെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു ദ്രാവകം. ഇത് ബാത്റൂമിൻ്റെ വാതിലിന് മുന്നിലങ്ങ് ഒഴിച്ചിട്ടാൽ മതി, അവൾ വീഴുമെന്ന് തീർച്ചയാണെന്ന് അവന്തിക ജലജയോട് പറഞ്ഞു. അവർ രഹസ്യമായി നയനയുടെ മുറിയിലേക്ക് കയറി. നയനയും മറ്റുള്ളവരും താഴെ സംസാരിച്ചിരിക്കുന്ന തക്കം നോക്കിയിട്ടാണ് അവന്തിക ആ സിറം ബാത്റൂമിൻ്റെ മുന്നിലേക്ക് ഒഴിച്ചിട്ടത്. പണി പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ പുറത്തിറങ്ങിയ അവർ അബിയുടെ മുന്നിൽപ്പെട്ടെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ അബിയും ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു. താഴെ നിന്ന് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച നയന മുറിയിലേക്ക് വന്നു. ഫ്രഷ് ആവാനായി അവൾ ബാത്റൂമിലേക്ക് നടന്നു. നയന ബാത്റൂമിലേക്ക് കയറുന്നതും കാത്ത് ജലജയും അവന്തികയും അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ കയറി തിരികെ ഇറങ്ങാൻ തുടങ്ങിയ നയനയുടെ കാലുകൾ ആ ദ്രാവകത്തിൽ തെന്നി. അമ്മയെ എന്നൊരു നിലവിളിയോടുകൂടെ തന്നെ അവൾ പുറകേട്ട് മലർന്നു പിടിച്ചു വീണു. ശബ്ദം കേട്ട് ദേവയാനിയും അഭിനയിച്ചുകൊണ്ട് തന്നെ ജലജയും അങ്ങോട്ടേക്ക് ഓടിയെത്തി. വേദന കൊണ്ട് പൊളിയുന്ന നയനയെ അവർ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഈ ബഹളത്തിനിടയിലും തങ്ങളുടെ പദ്ധതി വിജയിച്ചതിൻ്റെ ഗൂഢമായ ലക്ഷ്യത്തിലായിരുന്നു അവന്തികയും ജലജയും അഭിയൊക്കെ. ആശുപത്രിയിലെത്തി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ആദർശ് ഓടിയെത്തി. നയനയുടെ ആ വീഴ്ചയിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് ആദർശിനും തോന്നിയ തുടങ്ങിയിരുന്നു. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. നയനയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വീഴ്ചയിൽ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞും ഇപ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിർത്തി. ഡോക്ടറുടെ ആ പക്ഷേ എല്ലാവരിലും ഭയം നിറച്ചു. ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടം വരുത്തിവെക്കും. പൂർണ്ണ വിശ്രമം നയനയ്ക്കിപ്പോൾ അത്യാവശ്യമാണ്. എന്നാൽ ആ ഒരു വീഴ്ചയോടുകൂടെ തന്നെ നയനയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ജലജയ്ക്കും അവന്തികക്കും വളരെയധികം നിരാശ തോന്നി. എങ്കിലും പുറമെ അവർ ആശ്വാസം അഭിനയിച്ചു. ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മണത്തറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥയായ നന്ദു അവിടെയുണ്ടായിരുന്നു. അവൾക്ക് ജലജയെയും അവന്തികയെയും നല്ല സംശയമുണ്ടായിരുന്നു. നന്ദു അവന്തികയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ചേച്ചി വീണത് സ്വാഭാവികമല്ല എന്ന് എനിക്കറിയാം. ഇതിന് പിന്നിൽ കളിച്ചതാരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ഏട്ടനെ അകത്താക്കിയതുപോലെ ബാക്കിയുള്ളവരെയും കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നന്ദുവിൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവന്തിക ഒന്ന് പതറിയെങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. കാണാം ആര് ജയിക്കുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. തൽക്കാലികത്തേക്ക് മാത്രം നയന രക്ഷപ്പെട്ടുവെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവുമെന്നും അവന്തികയുടെ മുഖത്തെ ഭാവം വ്യക്തമാക്കിയിരുന്നു. അനന്തപുരി തറവാട്ടിൽ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു പകപോക്കലിൻ്റെ നാളുകളാണെന്ന് ഉറപ്പായിരുന്നു.